ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് ഈസ്റ്ററാണ്. ലോകമാസകലമുള്ള ജനത്തിന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സദ്വാർത്ത കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പുനരുദ്ധാനത്തിലൂടെ നൽകുന്ന അനുഗ്രഹീതമായ തിരുനാളാണ്. തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് ഈ വിശുദ്ധ പുനരുദ്ധാന പെരുന്നാളിനെക്കുറിച്ച് വിളിക്കുന്നത്. കാരണം സഭയിലെ എല്ലാ ഞായറാഴ്ചകളും ആചരിക്കപ്പെടുന്നത് ഈ ഉദ്ധാന ഞായറാഴ്ചയുടെ അനുസ്മരണമായിട്ടാണ്. എന്താണ് നാം ഇന്ന് ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഈ തിരുനാളിൻ്റെ അർത്ഥം? കർത്താവായ യേശു ക്രിസ്തു ഏറെ പീഡകൾ അനുഭവിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഈ രക്ഷാകരമായ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിങ്കിലേക്കുള്ള വഴി അത് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിശുദ്ധിയുടേതുമാകുന്നുവെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. പക്ഷേ കർത്താവിനെ ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്നു മാത്രമല്ല, കർത്താവിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവനെ ഒരു മതവിരോധിയായി, ദൈവനിഷേധിയായി അവനെ ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിച്ച് അന്നുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ക്രൂരമായ പീഡനം കർത്താവിന് നൽകി അവനെ കുരിശിൽ കൊല്ലുകയായിരുന്നു. എന്നാൽ മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാരണം ഇപ്രകാരം വിനയാന്വിതനായി വിശുദ്ധിയോട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച കർത്താവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. മലങ്കര കത്തോലിക്ക സഭയിൽ ഉയർപ്പിൻ്റെ സുറിയാനി പദം കെംതോ എന്നാണ്. കെംതോ എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുക എന്നാണ്, ഉയർത്തെഴുന്നേൽക്കുക എന്നാണ്. നമുക്കറിയാം, നേരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ, പരാജയത്തിൻ്റെ മുമ്പിൽ, അസമാധാനത്തിൻ്റെ മുമ്പിൽ, അസ്വസ്ഥതയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ്. യുദ്ധത്തിൻ്റെയും അഭയാർത്ഥി പ്രവാഹങ്ങളുടെയും ഒക്കെ നടുവിൽ, മതനിരാസങ്ങളുടെ നടുവിൽ, പീഡനങ്ങളുടെയും തീവ്രവാദത്തിൻ്റെയും നടുവിൽ, പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നടുവിൽ നേരെ നിൽക്കുവാനുള്ള ശേഷി നമുക്ക് നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇങ്ങനെ നേരെ നിൽക്കുവാനായിട്ട്, ഒന്നിനെയും ഭയപ്പെടാതെ, ഒന്നിലും ആശ്രയിക്കാതെ, പിതാവായ ദൈവത്തിലും അവൻ്റെ വലിയ പരിപാലനയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തിരുനാളിന് വലിയ അർത്ഥമാണുള്ളത്. ഞാനതിൻ്റെ ആധ്യാത്മികമായ അതല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ മേഖലയിലേക്ക് കടക്കുന്നതിന് പകരം ഇന്ന് ഈ വർത്തമാന കാലത്ത് ഈ തിരുനാളിൻ്റെ ഒരു പ്രസക്തി എങ്ങനെയായിരിക്കണം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഈ തിരുനാൾ നാം ആഘോഷിക്കേണ്ടത്, അതൊന്ന് പറയുവാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നാം ഒരു നാൾ ദൈവമക്കളാകുവാൻ, ദൈവീകരാകുവാൻ, ദൈവം തന്നെ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ അത്തനാസ്യോസ് മുതലുള്ള അനേകം സഭാപിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ പകർന്നു തന്നിട്ടുള്ള ജ്ഞാനം അതുതന്നെയാണ്. God became man so that we may become God.
നമ്മൾ ദൈവ മക്കളാകുക, ദൈവീകരാകുക എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവമാകുന്നത്, അല്ലെങ്കിൽ ദൈവീകതയിലേക്ക് നമ്മൾ വളരുന്നത്. പടിപടിയായിട്ടുള്ള നമ്മുടെ ഒരു വളർച്ചയാണ് സത്യത്തിൽ ഈ ദൈവീകത എന്ന് പറയുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ശക്തമായ അനുഗ്രഹമാണ് നമുക്ക് ഈ തിരുനാൾ പകർന്നു നൽകുന്നത്. മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അതുപോലെ തന്നെ അവൻ്റെ ബുദ്ധിയാണ്. നീതിപൂർവമായ ജീവിതശൈലി, ബുദ്ധിപൂർവമായ ജീവിതക്രമം, സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള നന്മയ്ക്കായുള്ള കൂട്ടുചേരൽ, ഇവയെല്ലാമാണ് സത്യത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാം മനസ്സിലാക്കുന്ന വലിയ അർത്ഥം. എന്നാൽ മനുഷ്യൻ ഇത് തെറ്റിദ്ധരിച്ച് സ്വാതന്ത്ര്യത്തെ തനിക്കിഷ്ടമുള്ളത് ചെയ്യുവാനുള്ള ഒരു അവസരമാക്കി, ഒരു സാധ്യതയാക്കി അവൻ തള്ളുകയാണ്. പലരും ചോദിച്ച് പോകാറുണ്ട്, നമ്മുടെ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തിന്മ, എന്തുകൊണ്ടാണ് ഈ യുദ്ധം? വലിയൊരു ചോദ്യമാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ തൻ്റെ തന്നെ ഛായയായിരിക്കുന്ന ആ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ്. ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ഓട്ടോമാറ്റായിട്ട് നമ്മളെ വേണേ സൃഷ്ടിക്കാമായിരുന്നു. അതായത് യാന്ത്രിക മനുഷ്യരായിട്ട് നമ്മളെ സൃഷ്ടിക്കാമായിരുന്നു. ഇന്ന് ഉള്ള തരത്തിലുള്ള യന്ത്രമനുഷ്യരായിട്ട് നമ്മളെ വേണമെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ യന്ത്രമനുഷ്യർ അവർ ധാർമ്മികരാകുന്നില്ല. ആകുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീക ജീവിതം ഉണ്ടാവുകയുള്ളൂ, സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യതകൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി നമുക്ക് അഭിമാനബോധത്തോടുകൂടി വളരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ പ്രപഞ്ചം അതിൻ്റേതായ നന്മയിലേക്ക് സ്ഥിരമായി നമ്മൾ ഗമിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെയായ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് അവതരിച്ച് നമുക്ക് ഈ സ്വാതന്ത്ര്യം നാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ ജീവിതം നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ഈ സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ഈ വലിയ തിരുനാളിലൂടെ നമ്മളിൽ കുറവുണ്ടെങ്കിലും നമ്മളിൽ ബലഹീനതയുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ദൈവത്തിലേക്കുള്ള ഒരു വളർച്ച, ദൈവീകതയിലേക്കുള്ള ഒരു വലിയ വളർച്ച, അത് നമുക്ക് സാധ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നാൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ സ്നേഹ പീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അതുവരെയുള്ളതായ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യം ചിലപ്പോൾ ദുരുപയോഗിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. വേറെ ചിലർ നമ്മളെ വെറുത്തെന്നോ മറുത്തെന്നോ ഒക്കെ വേണമെങ്കിൽ ഉണ്ടായെന്ന് വന്നേക്കാം. ക്ലേശങ്ങളിലൂടെയും രോഗത്തിലൂടെയും ഒക്കെ നമ്മൾ കടന്നുപോയി എന്നൊക്കെ വന്നേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിങ്ങനെ ആധ്യാത്മികമായ നിർവൃതിയിലും സ്വഭാവത്തിൻ്റെ നൈർമല്യത്തിലും നമ്മൾ വളർന്ന് നല്ല ആത്മീകരായി ധാർമ്മികരായി ജീവിക്കുവാൻ വേണ്ട കരുത്താണ് നമുക്ക് ഈ തിരുനാൾ പകർന്നു നൽകുന്നത്. കല്ലറയിൽ അടയ്ക്കപ്പെട്ടതുകൊണ്ട് തീർന്നു പോകുന്ന ഒന്നല്ല പ്രിയപ്പെട്ടവരെ സത്യം, സ്നേഹം, അതുപോലെ തന്നെ നീതി. അതെന്നും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. നമുക്കതുകൊണ്ട് ഈ ഒരു വലിയ സന്തോഷത്തിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ സ്തുതികളാൽ നമ്മുടെ മനസ്സും ഹൃദയവും മനോമുഖരങ്ങളും നിറയട്ടെ. അതാണ് യഥാർത്ഥമായ ഈസ്റ്ററിൻ്റെ സന്ദേശം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും ഈ സമാധാനം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലെ തമസിൻ്റേതായ ഒരുപാട് കിരാതഹസ്തങ്ങൾ പിടിമുറുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മനസ്സ് മടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു പക്ഷെങ്കിൽ തീർന്നുപോയി എന്നൊക്കെ വിചാരിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായ ദുരനുഭവങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ മരണത്തിൻ്റെയോ രോഗത്തിൻ്റേതോ ആയ
അവസ്ഥകളിൽ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഓർക്കാൻ സാധിക്കണം. ഈ കല്ലറയ്ക്കപ്പുറമുള്ള ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിൻ്റെ നന്മ അത് നമ്മളെ മാടി വിളിക്കുന്നു എന്നാണ്. നിൻ്റെ പാപങ്ങളും നിൻ്റെ കുറവുകളും എത്രമേൽ കടും ചുവപ്പാണെങ്കിലും, എത്രമേൽ അത് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും നിനക്ക് വീണ്ടും തിരികെ വരുവാനുള്ള വലിയ ഒരവസരമാണ്. ഇത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ യേശു കർത്താവിനെ ഇത്രമേൽ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ നമ്മുടെ സ്വർഗസ്ഥ പിതാവ്, ആ സ്വർഗസ്ഥ പിതാവിൻ്റെ അരുമ ശിഷ്യരാകുവാൻ നമുക്ക് ഈ തിരുനാൾ കാരണമാകട്ടെ. എന്നെ കേൾക്കുന്ന നമ്മളുടെ ഈ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കേവർക്കും ഷെക്കീന ടി വിയും അതിൻ്റെ പ്രേക്ഷകർക്കും ഞാൻ ഹൃദയംഗമമായിട്ട് ഈ ഈസ്റ്റർ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ.